അമ്പലമുറ്റത്ത് കഥകളിയുണ്ടായപ്പോൾ പുലർച്ചയ്ക്ക് കണ്ണു തുറന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ആദ്യം ഓർമ്മ വന്നത്. ദുശാസനന്റെ നെഞ്ചത്തു കയറിയിരുന്ന് ഭീമൻ വയർ കീറിപ്പൊളിച്ച് കുടൽമാല പുറത്തെടുക്കുന്നു. അതുപോലെ സെയ്താലിക്കുട്ടിയുടെ നെഞ്ചിൽ. പക്ഷേ അവന് ശക്തി പോരാ, വലുതായിട്ടില്ല. അപ്പുണ്ണി കിതയ്ക്കുകയായിരുന്നു. എന്നാലും കല്ലുവെട്ടുകുഴിയുടെ പക്കിലൂടെയോ ആനപ്പാറയുടെ താഴെയുള്ള ഇടവഴിയിലൂടെയോ പോകുമ്പോൾ ഒന്നുന്തിയാൽ, ഒരു കല്ലെടുത്ത് തലക്കിട്ടാൽ, ചെറിയമ്പ്രാൻ നീ പൊക്കോളി. അപ്പോഴാണ് അവൻ കാണുന്നത്, പടിക്കലെത്തിയിരിക്കുന്നു. അപ്പുണ്ണിയെ അമ്മയുടെ വിളി കേട്ടു. പടിക്കൽ തന്നെ വെമ്പലോടെ അമ്മ കാത്തു നിൽക്കുകയാണ്. അവൻ കിതച്ചുകൊണ്ട് പടികടന്ന് അമ്മയുടെ അടുത്തെത്തി. എൻ്റെ കുരുകാരണവന്മാരെ, ഞാൻ ഉള്ളു കത്തി നിൽക്കുകയായിരുന്നു. അവനൊന്നും മിണ്ടിയില്ല. കല്ലുവെട്ട് കുഴിയിലേക്ക് നോക്കുമ്പോൾ ചതഞ്ഞ കുറ്റിത്തലയിൽ നിന്ന് ചോര ഒഴുകുകയാണ്. എന്തേ അപ്പുണ്ണി എത്ര വൈകിയേ? അവിടെ വല്ലാത്ത തിരക്കായിരുന്നു. മുഷിഞ്ഞ തോർത്തു മാത്രം ചുറ്റി കിണറ്റിൻകരയിലേക്ക് കുളിക്കാൻ പോയി. അമ്മ തലയിൽ വെള്ളം കോരിയൊഴിച്ചു. ഇപ്പോഴും അമ്മയാണവനെ തേച്ചു കുളിപ്പിക്കുന്നത്. ആദ്യം അവൻ തല തോർത്തും, എങ്കിലും അവസാനം തലമുടി പിടിച്ചു നോക്കി വെള്ളം തോർന്നിട്ടില്ലെന്ന് പറഞ്ഞ് അമ്മ ഒന്നുകൂടി അമർത്തി തോർത്തും. ഉള്ളി മൂപ്പിച്ച ചോറിന് എന്തോ വേണ്ടത്ര രുചി തോന്നിയില്ല. ഉമ്മറവാതിലും അടുക്കളവാതിലും അടച്ച് പാത്രങ്ങൾ മൂറിക്കമഴ്ത്തിയ ശേഷം അകത്താകെയുള്ള മുറിയിൽ അമ്മ അവൻ്റെ കോസറി വിരിച്ചു. അടുത്തു തന്നെ അമ്മയുടെ പായും. വിളക്കണഞ്ഞ് ഇരുട്ടായപ്പോൾ അവന് അകാരണമായി ഭയം തോന്നി. കുറ്റിത്തലയും ചോര നിറമുള്ള 2 കണ്ണുകളും അവൻ ഇരുട്ടിൽ കാണുന്നു. അമ്മ ഉറങ്ങിയോ? ഇല്ല. എന്തേ? കണ്ണിറുക്കെ ചിമ്മി അവൻ വേഗം ഉറക്കം വരണേ എന്ന് പ്രാർത്ഥിച്ചു. അമ്മേ. അവൻ്റെ പുറത്തുകൂടെ കൈയിട്ട് പിടിച്ച് പൂട്ടിക്കൊണ്ട് അമ്മ ചോദിച്ചു, എന്തേടാ? വീണ്ടും സംശയിച്ചു. പറയണോ? പിന്നെ ഞാൻ സെയ്താലിക്കുട്ടീനെ കണ്ടു. ഏത് സെയ്താലിക്കുട്ടിയെ എന്ന് അമ്മ ചോദിച്ചില്ല. അവനെ ഒന്നുകൂടി അടക്കിപ്പിടിച്ച് അവൻ്റെ പുറത്ത് മുഖമമർത്തിക്കൊണ്ട് അമ്മ പറഞ്ഞു, എൻ്റെ മോൻ ഉറങ്ങിക്കോ. അമ്മ ആ ചരിത്രം മകനോട് പറഞ്ഞിട്ടില്ല. കുറേയൊക്കെ മനസ്സിലായത് കൊട്ടിലിലെ മുത്താച്ചിയിൽ നിന്ന് പലപ്പോഴായിട്ടാണ്. അവരുടെ വളപ്പിൽ തന്നെ തെക്കേ ഭാഗത്തായാണ് കൊട്ടിൽ. അതിലാണ് മുത്താച്ചി പാർക്കുന്നത്. ഒഴിവുള്ളപ്പോഴെല്ലാം അവൻ അവിടെ ചെന്നിരിക്കും. പക്ഷേ മുത്താച്ചി എല്ലായ്പ്പോഴും അവിടെ ഉണ്ടായെന്ന് വരില്ല. ചിലപ്പോൾ മഞ്ഞ നിറത്തിലുള്ള രോമസാൽവയും പുതച്ച് മുത്താച്ചി രാവിലെ വടി കുത്തി പുറത്തിറങ്ങും. ആ സാൽവ കൊളംബിൽ നിന്ന് കൊണ്ടുവന്നതാണത്രേ. പിന്നെ 2-3 ദിവസം കഴിഞ്ഞേ മടങ്ങൂ. പതിവായി ചില സ്ഥലങ്ങൾ സന്ദർശിക്കാറുണ്ട്.